ഈ പ്രാവശ്യം ചേച്ചിയുടെ വീട്ടിൽ പോയി തിരികെ വന്നപ്പോൾ കുറച്ച് കാച്ചിലാണ് കൊണ്ടുവന്നത്. ആദ്യമേ തന്നെ ഇതിൻ്റെ മൂക്ക് മുറിച്ച് നടാനായിട്ട് മാറ്റി വെച്ചു. ഇവിടെ ചാക്കിലൊന്ന് നട്ടു നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തൊലി ചെത്തിയെടുക്കാൻ അത്ര എളുപ്പമല്ല, കാരണം ഇതിന് നല്ല വഴുവഴുപ്പുണ്ടാവും. 1-2 തവണ ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ അതിങ്ങനെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ വെളുത്ത കളറല്ല, ഒരു മഞ്ഞ കലർന്ന കളറാണ്. പക്ഷെ അത് വേവിക്കുമ്പോൾ അത്ര ടേസ്റ്റും കുറവാണ്. നല്ല കാച്ചിൽ കഴിക്കാനൊരു മോഹം ഉണ്ടായി. അതുകൊണ്ടാണ് പോന്നപ്പോൾ ഈ കാച്ചിലിനെയും കൂടെ കൂട്ടിയത്. ഇതുപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്ത കാച്ച് നമ്മൾ 2-3 ആവർത്തി നന്നായി കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്ത കാച്ച് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി തോല് കളഞ്ഞെടുക്കാം. ചുവന്നുള്ളിയും കാന്താരിയും നല്ല വൃത്തിയായി കഴുകി അതിന് ഞെട്ടൊക്കെ മാറ്റി നമുക്ക് ഒരു ഇടികല്ലിലോട്ട് ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇടിച്ചെടുക്കാം. ഇങ്ങനെ ഇടിച്ചെടുത്ത ചമ്മന്തി നമുക്ക് ചെറിയൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ അടുപ്പിൽ വെച്ചിരുന്ന കാച്ചിൽ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കാച്ചിലൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്ത് പൊടിഞ്ഞിരിക്കുന്നുണ്ടാവും. ഈ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന കാച്ചിൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടില്ല എന്ന് ഞാൻ പറയും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാമ്പങ്ങ അച്ചാറും പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ ഒരു കട്ടൻ ചായ. അപ്പോൾ ഇനി വൈകിക്കേണ്ട, നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ഇതുപോലെ കാച്ചിൽ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കട്ടൻ ചായയും കഴിച്ചവരുണ്ടെങ്കിൽ പറയൂട്ടോ.